എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ശ്രദ്ധേയമായി ഭിന്നശേഷിക്കാരുടെ സ്റ്റാളുകൾ. മേളയിൽ നിരന്തരം ആളുകളുമായി ഇടപഴകുന്നതിലൂടെ വലിയ മാറ്റം കുട്ടികളിൽ കാണാൻ സാധിച്ചു എന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികൾ തന്നെ നിർമ്മിച്ചു വിൽക്കുന്ന വസ്തുക്കളാണ് സ്റ്റാളുകളിലുള്ളത്. എന്റെ കേരളം പ്രദർശന മേളയിൽ പ്രിയപ്പെട്ട ടീച്ചറുടെ കയ്യും പിടിച്ച മനോജ് എത്തി. സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് നിർമ്മിച്ച വസ്തുക്കളുമായി വിവിധ തരത്തിലുള്ള സോപ്പുകൾ, ഡിഷ് വാഷർ, മെഴുകുതിരികൾ തുടങ്ങി കുട്ടികളുടെ കരവിരുതിൽ തീർത്തവ നിരവധി. ഡിഷ് വാഷ്, സോപ്പ്, കാൻഡിൽ, അൽക്കുസോപ്പ്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ്. മേളയിൽ കുട്ടികളെ ഭാഗമാക്കുന്നത് വഴി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആശയവിനിമയം വർദ്ധിപ്പിക്കുക, സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി നിരവധിയായ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് ഇവരുടെ കമ്മ്യൂണിക്കേഷനും സോഷ്യലൈസിങ്, ഇവരൊരു സാമൂഹ്യവൽക്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഏറ്റവും മുന്നിലേക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് വഴി കുട്ടികൾക്കും വരുമാനം കണ്ടെത്താം. കുട്ടികളെ മേളയിൽ പങ്കെടുപ്പിക്കുക വഴി ഒരുപിടി നല്ല മാറ്റങ്ങൾ അവരിൽ കാണാൻ കഴിഞ്ഞുവെന്ന് അധ്യാപകർ പറയുന്നു. എല്ലാ ദിവസവും ഈ മക്കള് 2000 രൂപയിൽ മേലെ വിൽപ്പന നടത്തേണ്ടത്. തനിയെ അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയായിരുന്നു. ഇവർ ഉണ്ടാക്കാൻ പഠിച്ചെങ്കിൽ പോലും അവർക്ക് സംസാരിക്കാനായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഇത്രയും ഒരു ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിൽ വരുമ്പോൾ അതിന് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെ കാണാൻ പറ്റി, നല്ല ഹാപ്പിയാണ്. സംസാരിച്ചു മാണിക്യ മലരായതോതി മുഖമത്ത് നീക്കിനാവ് മക്കയെന്ന ഇത് വെറും ഒരു പ്രദർശന വിപണന മേള മാത്രമല്ല. എൻ്റെ കേരളം പ്രദർശന മേള ഭിന്നശേഷി സൗഹൃദം കൂടിയാണ്. അവരുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ ശരത് പാട്ടുകാവിലൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി.